സ്വർഗത്തിലെ കള്ളു കുടിക്കാനുള്ള ദിവസമാണ് ചൊവ്വാഴ്ച ദിവസം. ഊർലിനങ്ങാനും ഭൂമിയിലെ ഒരു സമുദ്രത്തിലേക്ക് അങ്ങ് തുപ്പിയാൽ സമുദ്രത്തിലെ ജലം മുഴുവൻ മധുരമുള്ളതായി തീരുന്നതാ. ഈ റംസാൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലോ അതല്ലെങ്കിൽ ഫേസ്ബുക്കിലോ അതല്ലെങ്കിൽ യൂട്യൂബിലോ ഇങ്ങനെ റീൽസ് സ്ക്രോൾ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ കടന്നു വരുന്ന പ്രത്യേക തരം റീൽസാണ്. ഇതുപോലെ സ്വർഗത്തെക്കുറിച്ച് വർണ്ണിക്കുന്ന ഉസ്താദുമാർ അതല്ലെങ്കിൽ ഏതെങ്കിലും മതത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട പ്രമുഖ സ്ഥാനത്തിരിക്കുന്ന വ്യക്തിത്വങ്ങൾ, അത് ഹിന്ദുവിലായാലും മുസ്ലിമിലായാലും ക്രിസ്ത്യൻസിലായാലും ഒരുപാട് ദേവകീർത്തനങ്ങൾ കൊണ്ട് ആളുകൾക്ക് തന്നെ അത്ഭുതപ്പെടുന്ന ഇതുപോലുള്ള സീനുകൾ തീർച്ചയായിട്ടും പലയിടത്തും നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അത്ഭുതം, അതിലപ്പുറം ചിരി, അതിലുമപ്പുറം ഇതുപോലെ വിവരം കെട്ട ആളുകൾ ഈ ലോകത്തുണ്ട് എന്ന രീതിയിൽ തോന്നിപ്പോകും. തീർച്ചയായിട്ടും എല്ലാ മതത്തിൻ്റെയും ശാപം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഇവരെ പോലുള്ളവർ. ഇവർ പറയുന്ന പല കാര്യങ്ങളും തീർച്ചയായിട്ടും നമ്മളെ അത്ഭുതപ്പെടുത്തും എന്നതിനും അപ്പുറം ചിരിപ്പിച്ച് കൊല്ലും എന്നതാണ് യാഥാർത്ഥ്യം. പലയിടത്തും സ്വർഗത്തെക്കുറിച്ചുള്ള വർണ്ണന, അതിലും അപ്പുറം ആളുകൾക്കിടയിൽ മതത്തെക്കുറിച്ച് തന്നെ തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിലുള്ള പല കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് തനിക്ക് തോന്നിയതുപോലെ പ്രസംഗിക്കുന്ന ആളുകൾ. ഒരുപക്ഷെ ഇവരൊക്കെ മതത്തിനെ കുറിച്ച് പഠിച്ചിട്ടാണോ, മതത്തിൽ ശരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്, സ്വർഗത്തിൽ ശരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടോ, അതിനെക്കുറിച്ചൊക്കെ വ്യക്തമായി പഠിച്ചതിന് ശേഷമാണോ ഇതുപോലെ പ്രതികരിക്കുന്നത്, ഇതുപോലെ പ്രസംഗിക്കുന്നത് എന്ന് ആർക്കും തന്നെ അറിയാൻ സാധിക്കില്ല. ഒരുപക്ഷെ ഇവരുടെ തോന്നലായിരിക്കാം ചിലപ്പോൾ ഇവരൊക്കെ തന്നെ വിളിച്ചു പറയുന്നത്. പിന്നെ ചില കാര്യങ്ങളുണ്ട്, നമ്മൾ മതവിശ്വാസികൾ മാത്രം വിശ്വസിക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ അത് വിശ്വസിക്കാതിരിക്കുകയും അവർക്കിടയിലൂടെ ഇതുപോലുള്ള കാര്യങ്ങൾ വിളിച്ചു പറയുമ്പോൾ അവർക്കത് ചിരിക്കുവാനുള്ള വകയായി മാത്രമേ തോന്നുകയുള്ളൂ. അങ്ങനെയുള്ള ചില കാര്യങ്ങൾ വിളിച്ചു പറയുന്ന പല ഉസ്താദുമാരും അതേപോലെ തന്നെ പ്ലാസ്റ്റർമാരും അതേപോലെ തന്നെ സ്വാമീജിമാരും ഒക്കെയും തന്നെ ഉണ്ട്. എന്നാൽ ഇതിൽ ഒരുപടി മുമ്പിൽ തീർച്ചയായിട്ടും മുസ്ലിം മതത്തിൽപ്പെട്ട പണ്ഡിതന്മാരാണെന്ന കാര്യത്തിൽ സംശയമില്ല. പല ആളുകളും അവർക്ക് തോന്നിയതുപോലെ വിളിച്ചു പറയുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ പ്രതിക്കൂട്ടിലാകപ്പെടുന്നത് ആ മതം തന്നെയാണ്. തീർച്ചയായിട്ടും ആ മതത്തെ തന്നെയാണ് ആളുകളൊക്കെയും തന്നെ ഇതുപോലെ കളിയാക്കി ചിരിക്കുവാൻ ഉപയോഗിക്കുന്നത്. ഒരുപക്ഷെ ഇവർക്ക് തോന്നിയ കാര്യങ്ങൾ ഇവർ വെറുതെ ചുമ്മാ മൈക്കിന് മുമ്പിൽ വെച്ച് വിളിച്ച് പറയുമ്പോൾ അതാരെങ്കിലും വീഡിയോ എടുക്കുകയോ അതല്ലെങ്കിൽ ഇതുപോലെ പ്രസംഗിക്കുന്ന ആളുകളുടെ പ്രസംഗം തന്നെ യൂട്യൂബിലൂടെ ലൈവ് ഇടുകയോ ചെയ്യുന്ന സാഹചര്യം, അതിൽ ഇതുപോലുള്ള ക്ലിപ്പുകൾ ഇഷ്ടം പോലെ കിട്ടും. അതെടുത്ത് സെപ്പറേറ്റ് ആയി തന്നെ പ്രസിദ്ധീകരിക്കുകയും ആളുകൾക്കിടയിലൂടെ ചിരി പടർത്തുന്ന രീതിയിൽ ഇവന്മാരുടെ തനി കോണങ്ങളൊക്കെ തന്നെ പുറത്തേക്ക് കാണിക്കുകയും ചെയ്യും. ചില സമയത്ത് ചില പ്രസംഗങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഇവരുടെ വിശ്വാസം എത്രമാത്രം അന്ധത ബാധിച്ചതാണെന്ന് നമുക്ക് തന്നെ തോന്നിപ്പോവും. ഒരുപക്ഷെ സമൂഹം ഇത്രമാത്രം വികസിച്ചിട്ടും ശാസ്ത്രം ഇത്രമാത്രം വികസിച്ചിട്ടും മതത്തിൽ വിശ്വസിക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അവരുടെ സ്വാതന്ത്ര്യമാണ്. ഒരു മതവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ മതം അവന് ഏറ്റവും പ്രിയപ്പെട്ടതാണ്, ഏറ്റവും വലുതാണ്. പക്ഷേ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ആ മതത്തിനെ തന്നെ ആളുകൾക്കിടയിലൂടെ ഇകഴ്ത്തിക്കാട്ടുന്ന രീതിയിൽ ഇതുപോലെ പ്രസംഗിക്കുന്ന ഉസ്താദുമാരും ഇതുപോലെ പ്രസംഗിക്കുന്ന ആ മതവുമായി ബന്ധപ്പെട്ട ആളുകൾ തീർച്ചയായിട്ടും അപമാനം തന്നെയാണ്. ആ മതത്തിൽ എന്നും തന്നെ ഇവന്മാരെ പോലുള്ളവർ വൻ തോൽവിയായി ഭവിക്കുക തന്നെയാണ് ചെയ്യുന്നത്. ഇവന്മാരുടെ അതിപ്രസരം കൊണ്ട് ഇവർമാർ കാണിച്ചു കൂട്ടുന്ന പ്രസംഗങ്ങളൊക്കെ തന്നെ ആ മതത്തിന് എന്നും തന്നെ ദോഷമായി ഭവിക്കുകയാണ് കാരണമാവുന്നത്. തീർച്ചയായിട്ടും ഉസ്താദുമാർ പ്രസംഗിക്കുമ്പോൾ നിങ്ങൾ പറയുന്നത് എന്താണ്, എന്തിനെക്കുറിച്ചാണ് എന്ന ബോധം നിങ്ങൾക്ക് തന്നെ ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ്. നിങ്ങൾ പറയുന്ന വാക്കുകൾ ഒരുപാട് ആളുകൾ കേൾക്കും, അവർക്കിടയിലൊക്കെ ഇത് തെറ്റിദ്ധാരണ പരത്തപ്പെടാം. ഇതുപോലുള്ള കോമാളിത്തരം കേട്ട് അവരൊക്കെ തന്നെ ചിരിക്കാൻ കാരണമാവാം. നിങ്ങൾ കാരണം തന്നെ ഈ മതം തന്നെ പ്രതിക്കൂട്ടിലായേക്കാം എന്നുള്ള ചിന്ത പലപ്പോഴും ഇതുപോലുള്ള പ്രസംഗങ്ങൾ പ്രസംഗിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവേണ്ടത് അത്യാവശ്യമാണ്. കാരണം നിങ്ങളുടെ പ്രസംഗം കേൾക്കുന്നത് ഭക്തിയോടെ നിങ്ങളെ മാത്രം വിശ്വസിക്കുന്ന ആളുകളല്ല, മറിച്ച് എല്ലാവരും തന്നെ കേൾക്കുന്നുണ്ട്. അവർക്കിടയിലൂടെ ഇതൊക്കെ കടന്നു വരുമ്പോൾ അവർക്ക് നിങ്ങളിലുണ്ടാവുന്ന മതിപ്പും നിങ്ങളിലുണ്ടാവുന്ന പ്രസരിപ്പും മറ്റൊന്ന് തന്നെയായിരിക്കും. അവരൊക്കെയും തന്നെ നിങ്ങളെ പരിഹസിച്ചിരിക്കുന്നതിന് പകരം ഈ മതത്തെ തന്നെ പരിഹസിച്ചിരിക്കുവാനാണ് പലപ്പോഴും ശ്രമിക്കുക എന്നുള്ള കാര്യം വ്യക്തമായി മനസ്സിലാക്കുക. തീർച്ചയായിട്ടും ഏതൊരു മതത്തെ പണ്ഡിതന്മാരായാലും ഏതൊരു മതത്തെക്കുറിച്ച് അറിയുന്ന ആളുകളാണെങ്കിലും നിങ്ങൾക്ക് വ്യക്തമായ രീതിയിൽ അറിയുന്നുണ്ടെങ്കിൽ മാത്രം ആ കാര്യത്തെക്കുറിച്ച് പറയുക. അത് ആളുകൾക്കിടയിൽ തെറ്റിദ്ധാരണ പരത്തുന്ന കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഒഴിവാക്കാൻ ശ്രമിക്കുക. ഇതുപോലെ കോമാളിയാവാതിരിക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക.